കാമാക്ഷി രണ്ടെണ്ണം കൂടി ഇടുന്നേ എന്നാ അതിന് എങ്ങോട്ടാ രാവിലെ? എന്ത് പ്രയോജനം ചന്ദ്രിയെ കഴിക്കുന്നതല്ലാതെ? ഒന്ന് ചുമ്മാ ഇരിക്കടി. ഇത്രയും കടിച്ചിട്ട് എന്നെ ഓഫീസ് ചെന്ന 11 മണിക്കേ വിശപ്പ. അവള് റെഡി ആയില്ലേ? പിന്നെ അവളായിരിക്കണം. എടി പെണ്ണേ, ഇതെന്തൊരു കുളിയാണ്? മണി 8 ആയി. ആദ്യ ദിവസമായതുകൊണ്ട് ഓഫീസിൽ 9 മണിക്കെങ്കിലും ചെല്ലണ്ടേ? ആറ്റുനോറ്റ് ജോലി കിട്ടി. മണി 8 ആയിട്ടും പെണ്ണ് കുളി കഴിഞ്ഞിട്ടില്ല. എന്റെ വിഷയം കിടന്ന് ഒച്ച വെക്കാതെ. ഇവിടെ കണ്ണിൽ സോപ്പ് പോയിട്ട് നീറുന്നു. കണ്ണിലല്ലേ പോയുള്ളൂ, സൂക്ഷിക്കണേ. ഇത് നോക്ക്, മര്യാദക്ക് തേപ്പിച്ചിട്ടില്ല. എല്ലാത്തിനും ഇവൾക്കൊരു ചിങ്കിടിയെ വേണം. പിന്നെ നീ അല്ലാണ്ട് എനിക്ക് ആരടി പെണ്ണേ? എന്റെ സ്വന്തവും ബന്ധവും എല്ലാം നീയല്ലേ? അതെ, ഞാനാണേ. സാറൊന്ന് എളുപ്പം റെഡിയാവും. എടി, ഇതൊക്കെ ഒന്ന് മാറ്റി പെണ്ണുങ്ങളിടുന്ന വല്ലതും വാങ്ങിയിട്. ഓഫീസിലേക്കല്ലേ പോന്ന്, പള്ളിയിലേക്കല്ലല്ലോ. ആരുമില്ലാത്ത എനിക്ക് ഇതാണ് എന്റെ ശക്തി. ഇവ നോക്കേ. മതി 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 മതി. അങ്ങനെ അധികം രസിച്ചാലേ ആരെങ്കിലും കണ്ണുവെക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഉണ്ടക്കണ്ണ് കാട്ടി ആരും വരട്ടാതെ ഓഫീസ് ചെന്ന് മാനേജറെ കണ്ടതും വളരെ ഭവ്യതയോടെ ഗുഡ് മോർണിംഗ് സർ, അദ്ദേഹം എന്ത് പറഞ്ഞാലും യെസ് സർ, യെസ് സർ, അതായിരിക്കണം ഉത്തരം. ബി സ്മാർട്ട്. എടി, ഇതൊക്കെ ഒരു തരം ചെപ്പടി വിദ്യ. എന്തിനാ? മാനേജർ ആദ്യമേ തന്നെ ഒന്ന് വളയ്ക്കാൻ. വളയ്ക്കാനോ? എടി, വളയ്ക്കാന്ന് പറഞ്ഞ എന്താ പറയാ? ഒന്ന് ഇംപ്രസ് ചെയ്യാൻ. ആനുകൂല്യങ്ങൾ വല്ലതും പിന്നീടുണ്ടായാൽ കളയാൻ ഒക്കുമോ? നീ കൊള്ളാമല്ലോടി. എന്താ ചിരിക്കുന്നേ? ഈ ഉപദേശത്തിനൊക്കെ ചെലവുണ്ട്. നീ ഒന്നും പറയണ്ട. ശമ്പളം കിട്ടിയത് നിനക്കാണ് ആദ്യം സാരി. നിന്റെ സാരി വേണ്ട, ബ്ലൗസും വേണ്ട. പെണ്ണേ, ഈ ഉഷയോട് സ്നേഹം ഉണ്ടായാ മതി. ഞാൻ വരുന്നേ. നിക്ക് നിക്ക് നിക്ക്. ആദ്യമല്ലേ ഓഫീസിലിരുന്ന് ക്ഷീണിക്കുമ്പോ കുടിക്കാനാ. ഇവനാവുമ്പോ ആവശ്യമുള്ളപ്പോഴൊക്കെ സൗകര്യമായിരിക്കും. അവിടുന്ന് നാണമില്ലല്ലോ നിനക്ക്. എന്നാ കുഞ്ഞെ പൂവ്, വാടനറിയണ്ട. വരട്ടെ. ശരി. എടി റോസാപ്പൂവേ, വെയിലത്ത് വാടാതെ സൂക്ഷിക്കണം കേട്ടോ. വരട്ടെടി. ബൈ. ട്യൂബറിലേക്കായിരിക്കും. അല്ല, ട്യൂബറും ട്യൂബറിലേക്കാ. അത് തന്നെ ട്യൂബർ. ഞാനും അങ്ങോട്ട്. അവിടെയാണ് റീജിയണൽ മാനേജർ. താങ്ക് യു. യു വെൽക്കം. എന്താ കോൺഫറൻസ് വെക്കാൻ കേട്ട സ്ഥലമേ? വല്ല ബാംഗ്ലൂരും വെച്ചൂടെ? ഗുഡ് ക്ലൈമറ്റ്, ഗുഡ് ഹോട്ടൽസ്. ഓ സുബു, തനിക്കെങ്കിലും ആ ചെയർമാനോടൊന്ന് പറഞ്ഞുകൂടെ? ഹലോ ഹലോ, കൽക്കട്ടയിൽ കോൺഫറൻസ്. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വന്നിട്ട് അധിക സമയമായോ? യെസ് സർ. ഇല്ല സർ, ഇപ്പൊ വന്നേ ഉള്ളൂ. യുവർ നെയിം? ആനി. ഓ, മിസ്സസ് ആനി അല്ലേ? അല്ല സർ, മിസ് ആനി. ഐ സി. സോ യു ആർ ജോയിനിങ് ടുഡേ. എവിടെ താമസിക്കുന്നു? വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സർ.
നാട്ടിൽ അച്ഛനും അമ്മയും യെസ് സർ. ഇല്ല സർ. മിസ് ആനി എന്താ എന്ത് ചോദിച്ചാലും യെസ് സാർ യെസ് സാർ എന്ന് പറയുന്നത്? ആദ്യം ചോദ്യം ശ്രദ്ധിക്കുക, പിന്നീട് ഉത്തരം. ബി എ സ്മാർട്ട് ഗേൾ. യെസ് സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഇവിടുത്തെ ജോലി കാര്യങ്ങളെ കുറിച്ച് പേഴ്സണൽ മാനേജർ പറഞ്ഞാണല്ലോ. യെസ് സർ. സോ യു ആർ അപ്പോയിന്റഡ് ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലേ? യെസ് സർ. ബയോഡേറ്റയിൽ ടൈപ്പിംഗ് അറിയാമെന്ന് കാണുന്നു. അത്യാവശ്യത്തിന് ചില കോൺഫിഡൻഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും. സാരമില്ല, എന്താണ്. ഓക്കെ. പിന്നെ ഈ സാരിയൊക്കെ ഒന്ന് മാറ്റി ഈ പുതിയ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താ അത്ര പറയാ, മോഡേൺ അല്ല സർ. ആകണം. ബി എ റോമൻ when you are in Rome. ഗുഡ് മോർണിംഗ് സർ. എന്തായിരുന്നു ലീവാ? ഹേയ്, ഓഫീസ് യൂണിഫോം അവിടെ? ഇത് അത് തന്നെയാണ് സർ. ഓഹോ, എന്താടോ എനിക്ക് കമ്പനിയുടെ പേര് വെളിയിൽ കണ്ടുവിടുന്നുണ്ടോ? അതല്ല സർ, നാട്ടുകാരെന്തിനാ കാണുന്നത്? സാറും ഞാനും ഇവിടെ ഉള്ളവരും ഒക്കെ കണ്ടാ പോരെ. ഇതുപോലെ കുറച്ച് കൈ കരുതി വെച്ചിരുന്നാൽ നാട്ടി മാനേജരുമായി ഓഫീസിൽ പിയൂണ്. മതിയോടോ, മതി മതി. താൻ പോയി ഇവർക്ക് ആ ബോർഡ് ഓപ്പറേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കൂ. യെസ് സർ. ഗോ. അയാളുടെ ഭാവം കണ്ട IAS ഓഫീസർ ആണെന്ന് തോന്നും. ആള് ഭാവാ. ഓക്കെ, യു ക്യാൻ ഗോ വിത്ത് ഹിം. ആ ബോർഡ് മനസ്സിലായിക്കോളൂ. ഗോ. യെസ് സർ. ഡാനിയൽ, ഇതാണ് ജംഗ്ഷൻ ബോർഡ്. അകത്തേക്ക് വരുന്നവനെല്ലാം ദാ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഡിങ്. ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ ഡിങ് ഡിങ്. ഇതെല്ലാം ഓപ്പറേറ്റർ ചെയ്യണം. പിന്നെ കൈമെടുക്കനുസരിച്ച് അകത്തോട്ട് വരുന്ന പിടിച്ചു വെക്കുകയോ പുറത്തോട്ട് വിടുവോ സൗകര്യം പോലെ ചെയ്യാം. അല്ല, അറിയാവേ, കൊറേ കറക്കിയതല്ലയോ?